വേറെ ആരെങ്കിലും വന്നിട്ടൊന്ന് ചേഞ്ച് ചെയ്തതാണോ? രണ്ടുപേരും മനസ്സിലുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, എനിക്ക് തോന്നി ആദ്യം വന്ന ആളെ ഒന്ന് മാറ്റി വേറെ ആളെ എടുത്തു. ഫസ്റ്റ് കുഞ്ചാക്കോനെ ആലോചിച്ചു, പിന്നെ പെട്ടെന്ന് കുറച്ചുകൂടെ ഒരു എല്ലാവരുടെയും മനസ്സിൽ ഇടം തേടി ഒരാളിനെ കൂടെ നോക്കാന്ന് വെച്ചു. പിന്നെ വീണ്ടും കുഞ്ചാക്കോയിലേക്ക് വന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഏറ്റവും 10 പറഞ്ഞില്ല കുഞ്ചാക്കോ പോകാൻ പറ്റുമോ? ഓ, അത് എനിക്ക് ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? എനിക്ക് ഏകദേശം ഇയാളുടെ ഏജ് എങ്ങനെയാണ് എന്നുള്ളത് കിട്ടണം. കാരണം നിങ്ങളൊരാളെ പിക്ചറായിട്ട് കാണുമ്പോൾ ഇദ്ദേഹം എന്ത് ഏജുള്ള ഒരാളാണെന്ന് എനിക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. സോ താങ്ക് യു. പറയാമോ സ്റ്റേജിലേക്ക്? ആ മൈക്ക് ഒന്ന് തന്നേക്കാമോ? സുനിൽ സാർ ഓക്കെ ആണോ വരാനായിട്ട്? കുറച്ചൊരു മടിയുണ്ടല്ലോ. ഒരു മടിയില്ല, വാ. കാരണം എന്താണെന്നറിയോ, നമ്മൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഭയങ്കര വില്ലിംഗ് ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാര്യം പറയട്ടെ, ഞാൻ പെട്ടെന്ന് ഇവിടെ ഈ കൂട്ടത്തിലിരിക്കുന്ന ഏറ്റവും ഫണ്ണിയസ്റ്റ് ആളാണെന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ പറഞ്ഞ പേര് സുനിലിനുള്ളൂ. ചുമ്മാ പറഞ്ഞായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടെന്ന് തോന്നുന്നു താങ്കൾക്ക്. പണി കൊടുക്കാൻ നോക്കിയാണോ? പക്ഷെ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനുണ്ടല്ലോ ഈ ഫണ്ണിയസ്റ്റ് ആൾക്കാരുമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് കോൺഷ്യസ് ആയിരിക്കും. കാരണം ഞാൻ ഇപ്പം മാമിനോട് പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ഒരാളെ പറ്റി വിചാരിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഈ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചിന്തിക്കും. അപ്പം എന്നെ ട്രബിൾ ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് അത് വേണ്ട. അതിന് പകരമായിട്ട് ഞാൻ താങ്കളുടെ ഇമാജിനേഷൻ ഒരു ബുക്കിലേക്ക് ലിമിറ്റ് ചെയ്യാം. എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ കുറേ വേർഡുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ മൈക്ക് പിടിച്ചു അന്നത്തെ സ്റ്റേജിലേക്ക് കയറിക്കും. ഇതിൽ കുറേ വേർഡുകൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നോക്കാം, എനിക്ക് കാണിക്കാൻ എളുപ്പം. ഇത് മൈക്കിൽ അവർക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പം മൈക്കിൽ ഒന്ന് ഉറക്കെ വിളിച്ചിട്ട് ഒന്ന് വായിക്കാമോ? എന്തൊക്കെയാണ് ഈ വേർഡ്? മൈക്കിൽ വായിച്ചു. തിങ്കിങ്, സ്ലീപ്പിംഗ്, റണ്ണിങ്, ഈറ്റിംഗ്, ഫീലിംഗ്, കൂളിംഗ്. പർപ്പസ് ഈസ് ഇതെല്ലാം സെപ്പറേറ്റ് ആണെന്നുള്ളതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം സെപ്പറേറ്റ് വേർഡ്സ് ആണല്ലോ. ഓക്കെ, ആൻഡ് ദർ ഇസ് നത്തിങ് ഇൻ ദ ബാക്ക് സൈഡ്. കാരണം ചിലർ വിചാരിക്കും ഇത് കഴിയുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഇത് തിരിച്ചായിരിക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ, എല്ലാം ഡിഫറെൻറ്റ് വേർഡ്സുകളാണ് അല്ലേ? ഒത്തിരി ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകൾ 2 കൈൻഡ് ഓഫ് വാക്കുകളാണ്. ഒന്ന് ആക്ഷൻ വേർഡുകളാണ്, റണ്ണിങ്, ജമ്പിങ്. 2 നോൺ ആക്ഷൻ വേർഡുകളാണ്, സ്ലീപ്പിംഗ്, തിങ്കിങ്, അങ്ങനെയൊക്കെയുള്ള വേർഡുകളാണ്. അപ്പോൾ ചെയ്യേണ്ടത്, മൈക്ക് ഇവിടെ വെച്ചോളൂ. ചെയ്യേണ്ടത്, ഈ ബുക്ക് ഞാൻ താങ്കളുടെ കയ്യിലേക്ക് തരും. ഈ ബുക്ക് താങ്കൾക്ക് ഇങ്ങനെ പിടിക്കാം. അപ്പോൾ നമ്മളൊരു ഓത്തൊക്കെ എടുക്കുന്ന പോലെ മറ്റേ കൈ വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അത് വിത്ത് യുവർ തം ഓപ്പൺ എനിവെയർ, എവിടെയെങ്കിലും. ഫസ്റ്റ് പേജ് ഓപ്പൺ ചെയ്യേണ്ട, എനിക്കറിയാം അത് തിങ്കിങ് ആണെന്നുള്ളത്. ലാസ്റ്റ് പേജിൽ ഒരുപക്ഷെ എനിക്കറിയാൻ പറ്റും. അപ്പം അത് വേണ്ട. അതിന് പകരം ജസ്റ്റ് ക്ലോസ് ഇറ്റ് ആൻഡ് ഓപ്പൺ ഇറ്റ് എനിവെയർ. അതായത് ഒരു പ്രാവശ്യം ഫസ്റ്റ് തോന്നുന്ന എവിടെയാണോ അവിടെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ വേർഡ് എന്താണെന്ന് നോക്കിയിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക. പക്ഷേ എന്നെ കാണിക്കേണ്ട, വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നോക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് നോക്കി ഓർത്ത് വെച്ചിട്ട്